ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോപ്പിക്സ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അതൊക്കെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഈ ഒരു ചാനലിൽ നിന്ന് ഒരുപാട് മണി ഏണിങ് കാര്യങ്ങളും അതേപോലെ തന്നെ എങ്ങനെയൊക്കെ പൈസ ഇടാതെ പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിപ്പോൾ ക്രിപ്റ്റോ ആയിക്കോട്ടെ, എയർ ഡ്രോപ്പ് ആയിക്കോട്ടെ, ടെസ്റ്റ്നെറ്റ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം പുതിയ പുതിയ അപ്ഡേറ്റുകളിന് വേണ്ടിയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ടെലിഗ്രാം ചാനലിലും കയറുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇന്നലെ ഞാൻ 2 ദിവസം മുമ്പൊക്കെ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇ ബുക്ക് സെല്ല് ചെയ്തിട്ട് നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഗൈഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കംപ്ലീറ്റ് ഗൈഡ് ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നിന്ന് പറയാൻ പോകുക. നിങ്ങൾക്ക് എങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്തൊക്കെ കാര്യങ്ങളാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇപ്പോൾ ഒരു വേൾഡിൽ AI ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം ചിന്തിച്ചിട്ട് ഒരു ഇ ബുക്ക്, അപ്പോൾ ഇ ബുക്ക് എന്താണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. അറിയുന്നവരുണ്ടാവും, എന്നാലും അവർക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഈ ഒരു ഇ ബുക്ക് ഇപ്പോൾ PDF പോലെയൊക്കെ ഇല്ലേ, നമ്മുടെ ഇപ്പോൾ ഫോണിൽ തന്നെ നമുക്കൊരു ബുക്ക് പോലെ വായിച്ചെടുക്കാം, PDF ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബുക്ക് വേണ്ട, ഡിജിറ്റൽ ബുക്ക് എന്ന് പറഞ്ഞാൽ ഫോണിൽ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ബുക്ക് പോലെ വായിക്കാം. അതിനൊക്കെയാണ് ഈ ബുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആൾറെഡി വെബ്സൈറ്റുകളിൽ കയറിയിട്ട് ന്യൂസ് കാണില്ലേ, അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആമസോണിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്ന പറഞ്ഞാൽ ഒരുപാട് ബുക്ക് കിടക്കുന്നുണ്ടാവും. അതിൻ്റെ PDF ഫോർമാറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അത് ഫിസിക്കലി ആ ഒരു ബുക്കായിട്ട് നമുക്ക് ഓർഡർ ചെയ്ത് എടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇ ബുക്കാണ്. ഇ ബുക്ക് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ബുക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബുക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഒരു ഇ ബുക്ക് എങ്ങനെയാണ് എഴുതുക, എങ്ങനെയാണ് ഇപ്പോൾ ആൾറെഡി നിങ്ങൾ ഒരു വലിയ കവിയും അതേപോലെ ഒരുപാട് റിസർച്ച് ചെയ്തും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു ടൈമിൽ വേണ്ട. നമുക്കിപ്പോൾ ആൾറെഡി AI ഒരുപാട് അവൈലബിൾ ആണ്. ChatGPT ഉണ്ട്, ജെമിനി ഉണ്ട്, ക്യാൻവി ഉണ്ട്, അങ്ങനെ ഒരുപാട് AI കൊണ്ട് തന്നെ നമുക്കൊരു ഇ ബുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ആമസോണിലാണ് നമ്മുടെ ഈ ഒരു ഇ ബുക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സെല് ചെയ്യാൻ പോകുന്നത്. ആമസോൺ KDP എന്നാണ് പറയുക. KDP ലോഗിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വന്ന് കിടക്കുന്നുണ്ടാവും ആമസോൺ KDP, കിൻഡൽ ഡയറക്റ്റ് പബ്ലിഷിംഗ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇ ബുക്ക് ജനറേറ്റ് ചെയ്യാം, നിങ്ങളുടെ ഓൺ ബുക്ക് എഴുതാം, എന്നിട്ട് നമുക്കിവിടെ ആമസോണിൽ സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ലോഗിൻ ചെയ്ത ഉടനെ നിങ്ങൾക്ക് ആൾറെഡി തന്നെ ആമസോണിൽ അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതേ മെയിൽ ID വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാം. മൾട്ടിപ്പിൾ അക്കൗണ്ട് ഒന്നും ലോഗിൻ ചെയ്യാതിരിക്കുക. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇമെയിൽ വെച്ചിട്ടൊന്നും ലോഗിൻ ചെയ്യാതിരിക്കുക. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ID ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ മേ ബി ബാൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഇമെയിൽ യൂസ് ചെയ്യാൻ നിങ്ങൾ ആൾറെഡി പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ഇമെയിൽ ആണെങ്കിൽ അത് തന്നെ വെച്ച് യൂസ് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത ഉടനെ കംപ്ലീറ്റ് യുവർ അക്കൗണ്ട് ഇൻഫർമേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടാവും. നിങ്ങളുടെ അക്കൗണ്ടിൽ എന്താ പേര്, ബാങ്ക് അക്കൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യില്ലേ, അതൊക്കെ നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് അതൊക്കെ ഫില്ല് ചെയ്യാവുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ പേരെന്താണ്, നമ്മുടെ അഡ്രസ്സ് എന്താണ്, അതേപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടെ ID ഉണ്ട്, അത് ഒരുപാട് മൾട്ടിപ്പിൾ അക്കൗണ്ട് വെച്ചിട്ടൊക്കെ നിങ്ങൾ ലോഗിൻ ചെയ്ത് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ അത് മേ ബി ബ്ലോക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇവിടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ പോസ്റ്റ് കോഡ് കൊടുക്കുക, നിങ്ങളുടെ ഏത് സിറ്റിയാണ്, നിങ്ങളുടെ അഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എന്ത് ചെയ്യാം, കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഇൻഫർമേഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇതിലേക്കായിരിക്കും നിങ്ങൾക്ക് ഏതിലേക്കാണ് പേയ്മെൻറ്റ് വരേണ്ടത്, നിങ്ങളുടെ ബുക്ക് സെല്ല് ചെയ്തതിൻ്റെ പൈസ എവിടേക്കാണ് വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. യുവർ അക്കൗണ്ട് ഡീറ്റെയിൽ, ഗെറ്റിംഗ് പെയ്ഡ്, ട്രാൻസ്ഫോർമേഷൻ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ പാനൊക്കെ മതി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ, ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ നേരെ ഞാൻ ബാക്കിലേക്ക് ഇടുന്നുണ്ട് എങ്ങനെയാണ് ഇ ബുക്ക് ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇ ബുക്ക് എങ്ങനെ ഇതിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ChatGPT എടുക്കുന്നുണ്ട്. അപ്പോൾ ChatGPT നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. ChatGPT എന്ന് പറഞ്ഞ ഒരു AI ആണ്. നമ്മൾ എന്ത് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടോ അതിന് AI ജനറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാത്തിലും ഒന്ന് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഉത്തരം തരികയാണ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു ബുക്ക് എഴുതാൻ പോവുകയാണ്. എങ്ങനെയാണ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ KDPയിൽ നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിംഗ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അഡാൾട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റൊമാൻസ് ആയിക്കോട്ടെ, ലവ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും പെട്ടെന്ന് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യാൻ നോക്കുക, വാങ്ങാൻ നോക്കുക. എന്താണെന്ന് പറഞ്ഞാൽ റിസർച്ച് കാര്യങ്ങൾ വാങ്ങാൻ നോക്കും. ഇല്ലെങ്കിൽ നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ബുക്കുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും വാങ്ങാൻ നോക്കും. അപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു അഡാൾട്ട് 18+ നമുക്ക് കൂടുതൽ ആൾക്കാർ ഇതിൽ എന്ത് ചെയ്യുക, ആകർഷിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഒരു ചെറിയൊരു ബുക്കാണ്. അപ്പോൾ മൂൺലൈറ്റ് ബിറ്റ്വീൻ അസ്. അപ്പോൾ ഈ ബുക്ക് ഞാൻ എങ്ങനെ എഴുതിയത്, ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ കഥ ഉണ്ടാക്കി എഴുതണം, ഒരിക്കലും അല്ല. ഞാൻ നേരെ ഇവിടെ ChatGPTയിൽ വന്നിട്ട് ഐ വാണ്ട് ഇ ബുക്ക് സ്റ്റോറി എബൌട്ട് റൊമാൻസ് സ്റ്റോറി, ഞാൻ വെറുതെ ഒരു സിമ്പിൾ, ഇംഗ്ലീഷൊന്നും നിങ്ങൾ നോക്കണ്ട, സിമ്പിളായിട്ട് ഐ വാണ്ട് ഇ ബുക്ക് സ്റ്റോറി എബൌട്ട് റൊമാൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ഇഷ്ടം ആ ടോപ്പിക്ക്, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ്, ഇല്ലെങ്കിൽ ഐ വാണ്ട് ഇ ബുക്ക് എബൌട്ട് ക്രിപ്റ്റോ എന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോനെ പറ്റിയിട്ടുള്ള വരും, എയർ ഡ്രോപ്പിന് കൊടുത്തു പറഞ്ഞാൽ എയർ ഡ്രോപ്പിനെ പറ്റും. കൂടുതൽ ആൾക്കാർ എന്താണോ സെർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് എന്ത് ഇൻഫർമേഷൻ ആണോ വേണ്ടത് ആ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ബുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ChatGPTയിൽ വന്നു പറഞ്ഞാൽ ഞാനിവിടെ ഹെഡിങ്ങോ ഒരു കാര്യങ്ങളും ഞാൻ ChatGPTയോട് പറഞ്ഞിട്ടില്ല, എനിക്കൊരു ബുക്ക് വേണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെ ഒരു മൂൺലൈറ്റ് ബിറ്റ്വീൻ അസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ചെറുതായിട്ട് ചെറിയൊരു സ്റ്റോറിയാണ്, ഒക്കെ നല്ല രസമുണ്ട്. നമുക്ക് ഒരുപാട് 18+ ഒന്നും ഇതിൽ വരില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അതിൽ അവിടെ അപ്ലോഡ് ചെയ്താലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ബുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഈ ബുക്ക് ജനറേറ്റ് ചെയ്ത ഉടനെ ഞാൻ അടുത്ത ഇവിടെ പറയുന്നത് ഇതിൻ്റെ PDF ആയിട്ട് എനിക്ക് വേണം എന്നുള്ള കാര്യം
കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഇമേജും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വേണ്ട, നമുക്ക് ആൾറെഡി തന്നെ അതൊരു ഈ PDF പോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ChatGPT തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PDF ആക്കാൻ പറ്റും. കൺവേർട്ട് ഇറ്റ് ടു PDF എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ആ ഒരു സ്റ്റോറി മൊത്തം ഒരു PDF ഫയലിലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ഈ ഒരു ബുക്കിന് ആകർഷകമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര എന്താണ് രസമുള്ള ഒരു കവർ പേജ് വെച്ചാൽ മാത്രമാണ് ഒരുപാട് ആൾക്കാർ വാങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അടുത്ത് ഞാൻ നേരെ വന്നിരിക്കുന്നത് ജെമിനിക്കാണ്. ജെമിനിക്ക് വന്ന ഉടനെ എൻ്റെ ആ സ്റ്റോറി ഞാൻ അവിടെ നേരെ ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. എനിക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു കവർ ഫസ്റ്റ് പേജ് ഉണ്ടാക്കി തരുമോ ചോദിച്ചപ്പോൾ മൂൺലൈറ്റ് ബിറ്റ്വീൻ അസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് റൊമാൻറ്റിക് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ജെമിനി തന്നെ നമുക്ക് എന്തുണ്ടാക്കി തന്നു, ഒരു ഇമേജ് ഉണ്ടാക്കി തന്നു. അപ്പോൾ ഇവിടെ അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ജെമിനിയിൽ നമുക്ക് PNG ആയിട്ടാണ് ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുക. അത് നമുക്ക് നേരെ ഈ ഒരു ആമസോൺ കിൻഡൽ ഡയറക്റ്റിൽ അത് JPG ആയിട്ട് മാത്രമാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിലേക്ക് വരിക, PNG to JPG, ഇതിപ്പോൾ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് PNG to JPG ആക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഏതെങ്കിലും ഒരു ഓൺലൈനിൽ ടൂൾ നിങ്ങൾ യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് എന്തായിട്ട് കിട്ടും, JPG ഇമേജ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി അടുത്ത് ഞാൻ വരുന്നത്, നമ്മളിവിടെ എന്തൊക്കെ ചെയ്തു, പെട്ടെന്ന് ChatGPT വന്നു കൊണ്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ പറഞ്ഞു, നേരെ സ്റ്റോറി ഉണ്ടാക്കി, നേരെ ജെമിനിയിലേക്ക് വന്നു, ഒരു കവർ പേജ് ഉണ്ടാക്കാൻ പറഞ്ഞു, കവർ പേജും ഉണ്ടാക്കി. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരെ ആമസോൺ കിൻഡൽ ഡയറക്റ്റ് പബ്ലിഷിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ന്യൂ ടൈറ്റിൽ സീരീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ അതിൽ ക്ലിക്ക് ചെയ്യുക. ആൾറെഡി തന്നെ ഞാൻ ഈ ഒരു ബുക്കിൻ്റെ എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ഡ്രാഫ്റ്റ് പോലെ ആൾറെഡി എല്ലാ ഡീറ്റെയിലും ഫില്ല് ചെയ്തിട്ട് ഡ്രാഫ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ അത് ചെയ്തത്. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഈ കിൻഡൽ ബുക്ക് എന്നുള്ളതാണ്. സോറി, അപ്പോൾ തെറ്റ് വരികയാണെങ്കിൽ സോറി, കണ്ടിന്യൂസ് ആയിട്ട് പറയല്ലേ. അപ്പോൾ കിൻഡൽ ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ പേപ്പർ ബാഗ് പബ്ലിഷ് ചെയ്യാം, ഹാർഡ് കവർ പബ്ലിഷ് ചെയ്യാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും കിടക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ബുക്കാണ്. അപ്പോൾ ബുക്കിൽ ഞാനിവിടെ കിൻഡൽ ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് പബ്ലിഷ് ചെയ്ത് എടുത്തു. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ഉടനെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ ആഡ് ചെയ്യേണ്ടി വരും, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആൾറെഡി തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ ആ ബുക്ക് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബുക്കിൻ്റെ കാര്യങ്ങൾ ഇൻ പ്രോഗ്രസ് എല്ലാ കാര്യങ്ങളും അവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡ്രാഫ്റ്റൊക്കെ ആൾറെഡി ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ ഡ്രാഫ്റ്റ് ഒക്കെ കിടക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ അക്കൗണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ അത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് തന്നെ അവർ പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് ലാംഗ്വേജിലാണ് എന്നുള്ളൊരു കാര്യം അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ ഇംഗ്ലീഷാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ മലയാളം ചെയ്യാം, തമിഴ് ചെയ്യാം, എല്ലാ ലാംഗ്വേജിലും നമുക്കിവിടെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ബുക്ക് ടൈറ്റിലാണ്. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ എന്താണ്, മൂൺലൈറ്റ് എന്ന് പറഞ്ഞിട്ട്, മൂൺലൈറ്റ് ബിറ്റ്വീൻ അസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ടൈറ്റിൽ. നേരെ അത് കൊടുക്കുക. നേരെ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സബ് ടൈറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് സീരീസ് ആണോ എന്നുള്ളൊരു കാര്യമൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ എഡിഷൻ ഇതൊക്കെ ഓപ്ഷനിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ആഡ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പേര് ആഡ് ചെയ്യാൻ പറ്റും, പ്രൈമറി ഓതർ ഓർ കോർഡിനേറ്റർ. അപ്പോൾ ആരാണ് ഈ ബുക്ക് ചെയ്തത് അത് നിങ്ങൾക്ക് ഇവിടെ ഓതറായിട്ട്, ഫസ്റ്റ് ഓതറായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എൻ്റെ പേര് എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഡിസ്ക്രിപ്ഷനിലേക്ക് വരിക. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ബുക്കിനെ പറ്റിയിട്ട് കൂടുതൽ ആൾക്കാർ എന്ത് നോക്കണം അല്ലെങ്കിൽ വാങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ടായിരിക്കും ആൾക്കാർ വാങ്ങുക. അപ്പോൾ അതും നിങ്ങൾക്ക് എവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും, നേരെ ChatGPTന്നോ ജെമിനിന്നോ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ, ഈ ഒരു കഥയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ വേണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് നേരെ എന്ത് ചെയ്യും, ChatGPT തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ തരും. അത് നമുക്ക് നേരെ അവിടെ കൊണ്ടൊന്ന് കോപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിയാണ്. എല്ലാ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഒരു പണിയും അങ്ങനെയുള്ള ഒരുപാട് ഹാർഡായിട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ഇവിടെ ഇല്ല. അപ്പോൾ പിന്നെ അടുത്ത് ചോദിക്കുന്നത് പബ്ലിഷിംഗ് റൈറ്റ് എന്തൊക്കെയാണ്. അപ്പോൾ എൻ്റെ ബുക്ക് തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ബുക്ക്. അപ്പോൾ നമ്മുടെ ബുക്ക് തന്നെ ആയ കാരണം ഐ ഓൺ ദ കോപ്പിറൈറ്റ്, ഐ ഹോൾഡ് ദ നെസറി പബ്ലിഷിംഗ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ഇത് കൊടുക്കാം. അതേപോലെ തന്നെ പ്രൈമറി ഓഡിയൻസ്, ഇത് ആർക്കൊക്കെയാണ് ഇത് എത്തിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം അവർ ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിപ്പോൾ 18+ ആണെങ്കിൽ അഡാൾട്ട് ആണെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് അതൊക്കെ പറയാം. ഇതിവിടെ എന്താണ് സെക്ഷലി ആയിട്ടുള്ള ഇമേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അതുപോലെ തന്നെ തൊട്ട് താഴത്ത് വന്നെന്ന് പറഞ്ഞാൽ പ്രൈമറി മാർക്കറ്റ് പ്ലേസ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ ആമസോൺ വന്നു. അപ്പോൾ ആമസോൺ IN എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാണ് ഇത് കൂടുതൽ വിൽക്കാൻ നോക്കുന്നത്. ആമസോൺ CO UK എന്ന് പറഞ്ഞാൽ UK യിലാണ് വിൽക്കാൻ നോക്കുന്നത്. അപ്പോൾ ഓരോ കൺട്രീൻ്റെയും ഫസ്റ്റ് കുറച്ച് ലെറ്റർ ആയിരിക്കും ഈ ലാസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഏത് കൺട്രിയിലാണ് നിങ്ങൾക്ക് വിൽക്കേണ്ടത്, ഇതിൽ സെല് ചെയ്യേണ്ടത്, ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. നമ്മൾ ഇവിടെ കൂടുതലും ചൂസ് ചെയ്യുന്നത് വെളിയിലുള്ളതാണ്. ഇന്ത്യയിൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ കാര്യങ്ങളൊന്നും വാങ്ങില്ല. അപ്പോൾ UK അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതൽ ഇവിടെ ചൂസ് ചെയ്യുന്നത് UK തന്നെയാണ്. UK ചൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാരാണ് കൂടുതലും വാങ്ങുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കാറ്റഗറി ഇവിടെ കിടക്കുന്നുണ്ട്. കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഇപ്പോൾ ഞാൻ ഇവിടെ മേലെ ചോദിച്ചില്ല അഡാൾട്ട് ഇതൊക്കെയാണോ എന്ന് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ നോ കൊടുക്കാം, ഇല്ലെങ്കിൽ എസ് കൊടുക്കാം. എസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ താഴെ വരും. എത്രത്തോളം ആൾക്കാർ ഏജ് വരെ കാണാൻ പറ്റും എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിരിക്കും അടുത്ത് ചോദിക്കുക. അപ്പോൾ നേരെ ഇവിടെ താഴത്ത് വന്നാണ് സബ് കാറ്റഗറി ഉണ്ട്. ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് എന്ത് ബുക്കാണ് ഇത് എന്നുള്ള
എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ നോക്കിയെന്ന് പറഞ്ഞാൽ ആർട്സ് ആണോ, ബയോഗ്രഫി ആണോ, ബിസിനസ് ആണോ, കോമിക് ആണോ, കമ്പ്യൂട്ടിംഗ് ആണോ, ക്രൈം ആണോ, ത്രില്ലർ ആണോ, എഡ്യൂക്കേഷൻ പർപ്പസിനുള്ളതാണോ, ഇല്ലെങ്കിൽ എന്താണ് ഹൊറർ ആണോ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ, എല്ലാ കാര്യങ്ങളും ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏത് ബുക്കാണ്, ഇപ്പോൾ എൻ്റെ ബുക്ക് മൂൺലൈറ്റ് വിത്ത് എന്ന് പറഞ്ഞാൽ ലവ് ആണ്, അപ്പോൾ റൊമാൻസ് ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ സബായിട്ടുള്ള പ്ലേസ് വരും. ഏതാണ് ഇതിൽ സെലക്ട് ചെയ്യേണ്ടത് നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. ന്യൂ അഡൾട്ട്, കോളേജ്, റൊമാൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ തന്നെ കിടക്കുന്നുണ്ടാകും. അപ്പോൾ ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ബുക്ക് എന്ത് റിലേറ്റഡ് ആണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ സെലക്ട് ചെയ്തിട്ട് നേരെ താഴോട്ട് വരാം. അപ്പോൾ താഴോട്ട് വന്നു പറഞ്ഞാൽ കീവേഡ്. അപ്പോൾ ഈ ഒരു കീവേഡും നിങ്ങൾ പ്രധാനമായിട്ട് നോക്കണം. ഒരു ഓപ്ഷനിൽ എന്ന് പറഞ്ഞാലും നമ്മുടെ ബുക്കിൽ ചില ആൾക്കാരൊക്കെ ബുക്ക് സെർച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ ടൈപ്പ് ബുക്കാണ് സെർച്ച് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, എടുത്തു കൊടുക്കും. ഇപ്പോൾ ക്രിപ്റ്റോ റിലേറ്റഡ് ആണെങ്കിൽ ക്രിപ്റ്റോയിൽ എയർ ഡ്രോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ ഇപ്പോൾ ഇവിടെ ലവ് ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ റൊമാൻസ് ബുക്കാണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ലവ് ഇല്ലെങ്കിൽ എന്താണ് ലവ് സ്റ്റോറി, റൊമാൻസ് സ്റ്റോറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, കൊടുക്കുക. അങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബുക്ക് മേലെ വന്ന് കിടക്കും എന്നുള്ളൊരു രീതിയിലായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, തൊട്ട് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ സേവ് ആസ് ഡ്രാഫ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അടുത്ത് വരുന്നത് ഇനി ഇവിടെ അടുത്ത ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് PDF ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം. അവിടെ കവർ പേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ലാസ്റ്റാണ് പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ ഡിഫിക്കൽട്ടായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകുന്നത്. നിങ്ങളൊരു ChatGPTയും അതേപോലെ തന്നെ ജെമിനിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഇവിടെ മെയിൻ. അപ്പോൾ ആൾറെഡി തന്നെ ഞാൻ എൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡ്രാഫ്റ്റും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ എങ്ങനെയാണെന്ന്. അപ്പോൾ അതും കൂടി കാണിച്ചു തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ആൾറെഡി നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലായിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബുക്കിൻ്റെ ഇംഗ്ലീഷ് മൂൺലൈറ്റ് ബിറ്റ്വീൻ അസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് ടൈറ്റിലായിട്ട് സബ് ടൈറ്റിലായിട്ട് ഷോർട്ട് റൊമാൻസ് സ്റ്റോറി വിത്ത് ലൈറ്റ് സെക്ഷൽ ടെൻഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിഷൻ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ പേര് ഓതർ ആഡ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഐ ഓൺ ദിസ് കോപ്പി റൈറ്റ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ റൊമാൻസ് ആയത് കാരണം ഞാൻ 18+ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ വിൽക്കുന്നത് ആമസോൺ CO UK എന്നുള്ളൊരു കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സബ് ടൈറ്റിൽ കാറ്റഗറിയിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ആ രീതി എന്തിൻ്റെ ബുക്കാണെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കീവേഡ്സിൽ ലവ് സ്റ്റോറി, റൊമാൻസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേജിലേക്ക് വന്നത്. അപ്പോൾ ആൾറെഡി തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൊട്ട് അടുത്ത പേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത പേജിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ PDF നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അപ്ലോഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ PDFൽ നിങ്ങൾക്ക് PDF ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ KPB ഫയലായിട്ട് അപ്ലോഡ് ചെയ്യാം. PDF ആയിട്ട് തന്നെ മോസ്റ്റ്ലി അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആൾറെഡി അപ്ലോഡ് ചെയ്ത ശേഷം ഇവിടെ കവർ അപ്ലോഡ് ചെയ്യാൻ പറ്റും. കവർ അപ്ലോഡ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ജെമിനിയിൽ പോയിട്ട് ആ കവർ നമ്മൾ എടുത്ത് നേരെ ഇവിടെ അപ്ലോഡ് ചെയ്യും. അത് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ തൊട്ട് താഴോട്ട് വന്നെന്ന് പറഞ്ഞാൽ AI ജനറേറ്റ് ആയിട്ടുള്ള കണ്ടന്റ് ഇതിൽ വരണോ ഇല്ലെങ്കിൽ ആൾക്കാർക്ക് കിട്ടണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് കൊടുക്കാം. അതേപോലെ തന്നെ Kindle e-book പ്രിവ്യൂ, ഈ ബുക്ക് എങ്ങനെയാണ് പ്രിവ്യൂ കിട്ടുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലോഞ്ച് പ്രിവ്യൂറിൽ ചെയ്തെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതൊക്കെ ഓപ്ഷനിലാണ്. ISBNും പബ്ലിഷറും ഇതൊക്കെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം, ഇല്ലാന്നെങ്കിൽ ഫില്ല് ചെയ്യേണ്ട. നേരെ അടുത്ത് ഞാൻ പോകുന്നത് സേവ് ചെയ്യുന്നുണ്ട്. സേവ് ചെയ്തിട്ട് നേരെ പോകുന്നത് പേയ്മെൻറ്റിലേക്കാണ്. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റിൽ കൊടുത്തെന്ന് പറഞ്ഞാൽ 70%, അതേപോലെ തന്നെ 30%, 70% കമ്മീഷനായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. മാക്സിമം ഒരുപാട് പ്രൈസ് ഒന്നും കൊടുക്കാതിരിക്കുക. $2 $3 ഒക്കെ കൊടുത്തെന്ന് പറഞ്ഞാൽ മാത്രം മതി. നമുക്ക് അതിൻ്റെ ഒരു നല്ല രീതിയിൽ 70% കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ എൻ്റെ ഈ ഒരു ബുക്ക് ഞാനിവിടെ നേരെ പ്രൈസിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. പ്രൈസിങ്ങിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നേരെ പ്രൈമറി മാർക്കറ്റിൽ ആമസോൺ UK ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കി പറഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ കമ്മീഷൻ പ്രൈസിങ്, റോയാലിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അപ്പോൾ ഞാനിവിടെ 70% കമ്മീഷനാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ തൊട്ട് താഴോട്ട് വന്നെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ UK അപ്പോൾ അവിടെ JPB ആണ് മണി. അപ്പോൾ JPB മണി എന്നാണോ എന്നായിരിക്കും, ഇല്ലെങ്കിൽ ഇവിടെയാണ് നമ്മൾ പ്രൈസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ $2 സംതിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെലിവറി ചാർജും അതേപോലെ തന്നെ റേറ്റിന് 70% 1.39 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ USDTയിലും INRൽ 258 രൂപയാണ് അവർ പറയുന്നത്. ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ സെൽ ലിസ്റ്റിംഗ് പ്രൈസ് ബിറ്റ്വീൻ 49 രൂപ മുതൽ 10,000 രൂപ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബുക്കിനൊക്കെ വില ഇടാൻ പറ്റും. അത്രയൊന്നും ചെയ്യേണ്ട, ചെറിയ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നേരെ നമുക്ക് ഇവിടെ കണ്ടിന്യൂ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ യുവർ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞില്ലേ, അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പബ്ലിഷ് Kindle e-book എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഷിപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അവർ ചോദിക്കും. അപ്പോൾ ഒരിക്കലും ഷിപ്പിംഗ് കാര്യങ്ങളൊന്നുമില്ല. ബുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ഷിപ്പിംഗ് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇത് പ്രിൻറ്റ് ചെയ്തിട്ട് ഷിപ്പ് ചെയ്ത് അവർക്ക് അയച്ചൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോസ്റ്റ്ലി
ഉള്ളൂ. ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ബുക്കൊക്കെ എഴുതാൻ പറ്റും. ഇല്ലെങ്കിൽ ഓണായിട്ട് ബുക്ക് എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാശ് നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. എന്തെങ്കിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ മിസ്സായി, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മിസ്സായി എന്ന് പറഞ്ഞാൽ പറയാം. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്നാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്കൊരു ഐഡിയക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ 2 ദിവസമായിട്ട് ഇന്നലെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞാണ്. എനിക്ക് സൗണ്ടിൽ ഭയങ്കര പ്രശ്നമായ കാരണമാണ് ഇന്ന് വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ഫ്യൂച്ചറിലും ഇല്ലെങ്കിൽ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.